ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറാണ്. അതിൻ്റെ കംപ്ലീറ്റ് മൊഡ്യൂൾ ഡിസ്കഷൻ ആണ്. ഒരൊറ്റ ക്ലാസ്സിലെ പഠിക്കാനുള്ള വിഷയങ്ങളെ ഈ ഒരു പേപ്പറിൽ നമുക്കുള്ളൂ. ഫിഫ്ത്ത് സെമസ്റ്ററിലെ കുട്ടികൾ, സോഷ്യോളജി പഠിക്കാത്ത കുട്ടികൾ ഓപ്പൺ കോഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു പേപ്പറാണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് SDE മെറ്റീരിയൽ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാം. സാധാരണ ഈ ഒരു പരീക്ഷ നടത്തുന്നത് 60 മാർക്കിനാണ്. 60 പ്ലസ് 15 മാർക്ക് ഇന്റേണൽ. അഫിലിയേറ്റഡ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇന്റേണൽ മാർക്കും, ബാക്കിയുള്ള SDE കുട്ടികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കുള്ള MCQ ചോദ്യങ്ങൾ വഴിയാണ് മാർക്ക് ബാക്കി 15 മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 75 മാർക്കിനായിരിക്കും ഈ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുക. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മൊഡ്യൂൾ വൈസ് ഡിസ്കഷൻ നോക്കാം. ഓക്കെ, ഇതിൽ മൊഡ്യൂൾ 1 നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആണ്. എന്താണ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളത്? നമുക്കറിയാം, സ്കിൽ എന്ന് പറയുന്നത് ഒരു ലേൺഡ് എബിലിറ്റി ആണ്, അല്ലെ? ആളുകൾ പഠിച്ചെടുക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്, അല്ലെ? അത് ബാക്കിയുള്ള ആളുകളുമായിട്ട് മത്സരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നിലനിൽപ്പിന് ആധാരമാണ് എന്ത് ഒരു സ്കിൽ എന്നുള്ളത്. ഓരോ സാഹചര്യത്തിലും ഓരോ പ്രത്യേക അവസ്ഥയിലും നമ്മൾ മനുഷ്യന്മാർ ആർജിച്ചെടുക്കുന്ന കഴിവുകളെയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിനെ വിവരിക്കുന്നത് ദ എബിലിറ്റീസ് ഫോർ അഡാപ്റ്റീവ് ആൻഡ് പോസിറ്റീവ് ബിഹേവിയർ ദാറ്റ് ഇനേബിൾ ഇൻഡിവിജ്വൽസ് ടു ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ദ ഡിമാൻഡ്സ് ആൻഡ് ചാലഞ്ചസ് ഓഫ് എവരിഡേ ലൈഫ്, അല്ലെ? ഓരോ ദൈനംദിന ജീവിതത്തിൽ ഓരോ ആളുകളും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ആ ജീവിതത്തിനോട് പൊരുത്തപ്പെട്ടു പോകാനും വേണ്ടി എന്താണ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന കഴിവുകളെയാണ് സ്കിൽ എന്ന് പറയുക എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. പിന്നെയും ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. യൂണിസെഫ് കൊടുക്കുന്നത് എന്താണ്? എ ബിഹേവിയർ ചേഞ്ച് ഓർ ബിഹേവിയർ ഡെവലപ്മെന്റ് അപ്രോച്ച് ഡിസൈൻ ടു അഡ്രസ് എ ബാലൻസ് ഓഫ് 3 ഏരിയാസ്: നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു നോളജും സ്കില്ലും ആറ്റിറ്റ്യൂഡും അതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ അതിനെയൊക്കെ ഒരേപോലെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് കഴിവാണ് സ്കിൽ എന്ന് പറയുന്നതെന്നാണ് വേറൊരു ഡെഫിനിഷൻ. ഇനി ലൈഫ് സ്കിൽ എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടെന്ന് അറിയാം. നമുക്കറിയാം, സൈക്കോളജിക്കൽ സ്കിൽ ഉണ്ട്, ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ട്. അങ്ങനെ ഓരോ തരത്തിലുള്ള സ്കില്ലുകളൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സൈക്കോളജിക്കൽ എബിലിറ്റീസ്, ഇന്റർപേഴ്സണൽ സ്കില്ല്, അതോടൊപ്പം തന്നെ ഡിസിഷൻ, സോൾവ് പ്രോബ്ലംസ്, തിങ്ക് ക്രിട്ടിക്കൽ. ഇതൊക്കെ സൈക്കോളജിക്കലും ഇന്റർപേഴ്സണലും ഒക്കെ വരുന്നതാണ് കേട്ടോ. ഹെൽത്തി റിലേഷൻഷിപ്പ്, എംപത്തൈസ് വിത്ത് അതേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് സ്കിൽ അല്ലെങ്കിൽ വാട്ട് ആർ ലൈഫ് സ്കിൽ എന്നുള്ള ഒരു ചോദ്യവും, അതോടൊപ്പം തന്നെ കോമ്പോണൻസ് ഓഫ് ലൈഫ് സ്കിൽ. ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ് ആണ്. എംപതി, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിംഗ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ. ഈ ഒരു 10 കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് നോക്കാം, സെൽഫ് അവയർനെസ് എന്താണെന്നുള്ളത് നോക്കാം. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളും അതോടൊപ്പം തന്നെ നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തിരിച്ചറിയുക എന്നുള്ളത്, നമ്മൾ ആരാന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് സ്കിൽ ആർജിച്ചെടുക്കാൻ അല്ലെങ്കിൽ ലൈഫ് സ്കില്ലിന്റെ 10 കോറിൽ വരുന്ന ഒന്നാമത്തെ സാധനം. നമ്മൾ ആരാന്നുള്ളത് തിരിച്ചറിയാം. ഇനി രണ്ടാമത് സ്കില്ലിന്റെ പ്രത്യേകത എംപതി. ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അതാണ് അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്ന് ആ പ്രശ്നത്തെ കാണാനുള്ള ഒരു കഴിവ് എന്ത് ചെയ്യണം? ആർജിച്ചെടുക്കുക. അത് എന്താണ്? അത് എംപത്തിയാണ്. അതാണ് എംപത്തി ഈസ് ദ എബിലിറ്റി ടു ഇമാജിൻ വാട്ട് ലൈഫ് ഈസ് ലൈക്ക് ഫോർ അനദർ പേഴ്സൺ. ഓക്കെ, ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചെടുക്കുക. അതാണ് നല്ലൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിനൊക്കെ അത് അത്യാവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാനായിരുന്നു ആ സ്ഥാനത്ത് എന്നൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ വിമർശനാത്മകമായിട്ടുള്ള തിങ്കിങ് അല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നിരൂപണം ചെയ്യുക, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പിന്നെ കൃത്യമായിട്ട് വസ്തുതകളൊക്കെ വെച്ചിട്ട് നിരൂപണം ചെയ്യുന്നതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളത്. അത് ജീവിതത്തിൽ അത്യാവശ്യമാണ്, പല തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ നിർണായകമാണ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ ഐഡിയ, അതോടൊപ്പം തന്നെ പിന്നെ എന്താണ് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളാനും അവരെ കേൾക്കാനുള്ള ഒരു എന്താണ് ഒരു മനസ്സ് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ഡിസിഷൻ മേക്കിംഗ്, എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കാനുള്ള ശേഷി, അല്ലെ? ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും, അല്ലെ? നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതാണ് ഡിസിഷൻ മേക്കിംഗ്. പ്രോബ്ലം സോൾവിങ്, പല
പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും, അത് സോൾവ് ചെയ്യാനുള്ള കഴിവ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കില്ലാണ്. കാരണം ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, നല്ല റിലേഷൻഷിപ്പ്, അത് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ആകാം, മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ പിന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സമൂഹത്തിലെ ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പിനൊക്കെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം, നോൺ വെർബൽ ആവാം അല്ലേ, നമ്മൾ വാക്കുകൾ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, നമ്മുടെ മുഖഭാവമാകാം, ചിരിയാകാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ കോമ്പോണൻസ് ആണ് ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ലൈഫ് സ്കില്ലിന്റെ കോമ്പോണൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനൊക്കെ അതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് അത്. കാരണം ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ടെൻഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. സങ്കടം, ദുഃഖം, ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മളെ ഭരിക്കുന്ന ഒരു രീതി, ദേഷ്യം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി ഒന്നും ഉണ്ടാവരുത്, നമ്മൾ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് പിന്നെ ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്നാണ് ഇവിടെ പറയുന്നത്. അത് പിന്നെ ബാലൻസ് ഇവിടെ പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. അതിനെന്താണ് നോക്കാം, നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത് നോളജ് ഇൻഫോർമേഷൻ ആണ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ആണ്, സ്കിൽസ് ആസ് ദ മോസ്റ്റ് എഫക്റ്റീവ് മെത്തഡ് ഓഫ് ഡെവലപ്പിംഗ് ഓർ ചേഞ്ചിങ് ബിഹേവിയേഴ്സ്. ഓക്കെ, നല്ല പിന്നെ എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ ഇൻഫോർമേഷനൊക്കെ ആളുകൾക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്, നമുക്കറിയാം നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കുക, നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ലൈഫ് സ്കിൽ ലൈഫ് കോഴ്സ് അപ്രോച്ച്, അതിനെ ഒരു ലൈഫ് കോഴ്സ് അപ്രോച്ച് ആയിട്ട് എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇനിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടും യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പിന്നെ അത് നിരൂപണം ചെയ്യാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ പറയല്ല. ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ഈ പോയിന്റ് ജസ്റ്റ് വായിക്കാം, മുഴുവൻ പറയുന്നില്ല, നമുക്ക് കംപ്ലീറ്റ് മൊഡ്യൂളും കവർ ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ്, വസ്തുതകളും അതിൻ്റെ ബന്ധങ്ങളും തമ്മിൽ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഐഡന്റിഫൈ, കൺസ്ട്രക്ട് ആൻഡ് ഇവാലുവേറ്റ് ആർഗ്യുമെന്റ്സ്, ആളുകളുടെ അഭിപ്രായങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനും അത് പിന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. ഡിറ്റക്ട് ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് കോമൺ മിസ്റ്റേക്സ് ഇൻ റീസണിങ്, തെറ്റുകൾ കണ്ടെത്തുക. Solve problem systematically, identify the relevance and importance of ideas, reflect on the justification of one's own beliefs and values. അതെന്താണ്, കൃത്യമായിട്ട് ഓരോരുത്തരെയും പിന്നെ ബിലീഫ്സ്, അവരുടെ വിശ്വാസങ്ങളും അവരുടെ വാല്യൂസും ഒക്കെ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, അതൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻഫോർമേഷൻസ് ഇങ്ങനെ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതല്ല, ഓരോ സമയത്തും എടുക്കേണ്ട കൃത്യമായിട്ടുള്ള നിരൂപണം, അതോടൊപ്പം തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് പിന്നെ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവർ ചെയ്യേണ്ട ഒരു 12 പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിൽ ഒരു 5-6 ഞാൻ വായിക്കാം. ബി കാപ്പബിൾ ഓഫ് ടേക്കിംഗ് എ പൊസിഷൻ ഓർ ചേഞ്ചിങ് എ പൊസിഷൻ ആസ് എവിഡൻസ് ഡിക്റ്റേറ്റ്സ്. തെളിവ് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ നിലപാട് മാറ്റാൻ കഴിവുള്ള ആളാണ്. ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും, പക്ഷെ തെളിവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളത് മാറ്റി പറയണം, അതാണ് ശരി, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയണം. റിമൈൻ റിലവൻറ്റ് ടു ദ പോയിന്റ്, എന്താണോ വസ്തുത അതിന് ഒപ്പം നിൽക്കുക. സീക്ക് ഇൻഫോർമേഷൻ ആസ് വെൽ ആസ് പ്രിസിഷൻ ഇൻഫോർമേഷൻ, വിവരങ്ങളിൽ എന്ത് ചെയ്യണം, വ്യക്തത വരുത്തുക. ഓപ്പൺ മൈൻഡഡ് ആവണം. എൻറ്റയർ സിറ്റുവേഷൻ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഒറിജിനൽ പ്രോബ്ലം നമ്മുടെ മനസ്സിലുണ്ടാവണം. റീസൺസ് അറിയണം. ഡീൽ വിത്ത് കോമ്പണൻസ് ഓഫ് കോംപ്ലക്സ് പ്രോബ്ലം, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം അതൊക്കെ നമ്മൾ ഓർഡർലി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വേണം. ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം മനസ്സിലാക്കണം. ഓപ്ഷൻസ്, ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം, അതോടൊപ്പം തന്നെ എക്സിബിറ്റ് സെൻസിറ്റിവിറ്റി ടു അതേഴ്സ് ഫീലിങ്സ് ആൻഡ് ഡെപ്ത് ഓഫ് നോളജ്, ബാക്കിയുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ പിന്നെ മാനിക്കണം. യൂസ് ക്രെഡിബിൾ സോഴ്സസ്. ഇതൊക്കെ ഈ പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അതിനെ നിരൂപണം ചെയ്ത് അതിലേക്കൊരു സൊല്യൂഷൻ എത്തുന്നു എന്നുള്ളതൊക്കെ എത്തുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഡെസിഷൻ മേക്കിംഗ് സ്കില്ല് നല്ലതാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ. ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ആണ് അടുത്തത്. ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ അന്തിമമായിട്ടൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. എന്താണ്, ഒബ്ജക്റ്റീവ് മസ്റ്റ് ഫസ്റ്റ് ബി
എസ്റ്റാബ്ലിഷ് ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിട്ട്, അതായത് എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, ക്ലാസിഫൈഡ് ആക്കണം. ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞാൽ തരംതിരിക്കണം. ഓക്കെ, ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്, ഏതിനാണ് അധികം പ്രാമുഖ്യം ഇല്ലാത്തത് എന്ന രീതിയിൽ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യണം. ആൾട്ടർനേറ്റീവ് ആക്ഷൻസ് മസ്റ്റ് ബി ഡെവലപ്ഡ്. എന്താണ് ഇതിന് ബദലായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ബദലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ വേറെന്ത് നടപ്പിലാക്കാം എന്നുള്ളത് കേട്ടോ. ദ ആൾട്ടർനേറ്റീവ് മസ്റ്റ് ബി ഇവാലുവേറ്റഡ് അഗെയിൻസ്റ്റ് ഓൾ ഒബ്ജക്റ്റീവ്സ്. അതാണ് ആൾട്ടർനേറ്റീവ്. ബദൽ എന്ന് പറഞ്ഞത് നമ്മളെ നമ്മളൊരു വേറൊരു മാർഗം സ്വീകരിക്കുന്ന സമയത്ത് അത് എന്താണ് എല്ലാ ഒബ്ജക്റ്റീവ്സുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം എന്നാണ് പറയുന്നത്. ദ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ഏബിൾ ടു അച്ചീവ് ഓൾ ദ ഒബ്ജക്റ്റീവ്സ് ഈസ് ദ ടെൻറ്റേറ്റീവ് ഡിസിഷൻ. എല്ലാ ഒബ്ജക്റ്റീവ്സും പിന്നെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ മാർഗം കണ്ടെത്തുകയാണെങ്കിൽ അത് താൽക്കാലികമായിട്ടുള്ളൊരു ഡിസിഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ടെൻറ്റേറ്റീവ് ഡിസിഷൻ, ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ് കേട്ടോ. താൽക്കാലികമായിട്ടുള്ള ഡിസിഷൻ ഈസ് ഇവാലുവേറ്റഡ് ഫോർ മോർ പോസിബിൾ കോൺസിക്വൻസസ് ദ ഡിസിഷൻ ഈസ് ഇംപ്ലിമെന്റഡ്. ഇവിടെ തീരുമാനങ്ങൾ എങ്ങനെ ജീവിതത്തിൽ എടുക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോവാം. പിന്നെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തണം. കാരണം അതാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മളെ നേടിയെടുക്കാനും നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ബാക്കിയുള്ളവരോട് നമ്മുടെ ആശയങ്ങൾ പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി കോപ്പിംഗ് ആൻഡ് സെൽഫ് മാനേജ്മെന്റ് സ്കില്ലാണ്. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ, നമ്മളെ തന്നെ എന്ത് ചെയ്യാം, കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യവുമായിട്ട് ഒത്തുപോകുന്നത് എങ്ങനെ ആകണം എന്നാണ് ഇവിടെ പറയുന്നത്. അനലിറ്റിക്കൽ ആവണം, കാം, ഇമാജിനേറ്റീവ്, റിസോഴ്സ്ഫുൾ, വെൽ ഓർഗനൈസ്ഡ്. അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ നമ്മൾ നമ്മുടെ സെൽഫ് മാനേജ്മെന്റ് ഭാഗമായിട്ട് വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 പോയിന്റ് ഉണ്ടല്ലോ, അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10 പോയിന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അധിക വീഡിയോസും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ ത്രൂ മെസ്സേജസ് ആണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. കമ്മ്യൂണിക്കേഷന്റെ കോമ്പൗണ്ട് എന്തൊക്കെയാണ്? ഒരു സെൻഡർ ഉണ്ടായിരിക്കും, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും, ഒരു ചാനൽ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും, ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. സെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആളാണ് അല്ലേ. അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതിനെ ബാധിക്കും, അയാളുടെ നിലപാടുകൾ ആ ഒരു കമ്മ്യൂണിക്കേഷനെ ബാധിക്കും, നോളജ് ലെവൽ എത്ര ഉണ്ടോ എന്നുള്ളത് അത് ബാധിക്കും, സോഷ്യൽ പൊസിഷൻ, കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ ഒരു മെസ്സേജിനെ ബാധിക്കും. അതോടൊപ്പം തന്നെ റിസീവറിന്റെയും അല്ലേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരേപോലെ ആവണില്ല അല്ലേ, ഞാൻ പറയുന്നത് നിങ്ങളുടേതായ രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഇവിടെ കുറച്ച് പറയുന്നത്. പിന്നെ ഇതിന്റെ കോമ്പോണൻസ് ആണ് കേട്ടോ. മെസ്സേജ് ഉണ്ടായിരിക്കും, ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു മെസ്സേജ് ഉണ്ട്. അപ്പൊ അതിന് എന്തുണ്ട്, ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും, ഒരു സാഹചര്യം, ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ട്രീറ്റ്മെന്റ്, എങ്ങനെയാണ് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ആ മെസ്സേജിന്റെ ഒരു കോമ്പോണൻസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ റിസീവർ ആണ്. റിസീവർ പറഞ്ഞാൽ ആരാണോ ആ മെസ്സേജ് സ്വീകരിക്കുന്നത്. ചാനൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചാനൽ തന്നെ സെൻസറി ചാനൽസ് ഉണ്ട്, നമ്മുടെ സൗണ്ട്, ടച്ച്, സ്മെല്ല്, ടേസ്റ്റ് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽ എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് മെറ്റീരിയൽസും ഇലക്ട്രോണിക്, അത് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, നമ്മുടെ മറുപടി അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. ഫീഡ്ബാക്ക് ഒരുപാട് തരമുണ്ട്. ഇവാലുവേറ്റീവ് ഉണ്ട്, ഇന്റർപ്രറ്റേറ്റീവ് ഉണ്ട്, സപ്പോർട്ടീവ് ഉണ്ട്, പ്രോബിംഗ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇവാലുവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ നമ്മൾ വിലയിരുത്തുക. ഇന്റർപ്രറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ കയറിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇടപെടുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ ഇടപെടുന്നതിനാണ് ഇന്റർപ്രറ്റ്. സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, അതർ കമ്മ്യൂണിക്കേറ്ററിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ ഇടപെട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരുമോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കൂടുതലായി തരുമോ എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ എന്താണോ പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കുന്നതിനാണ്. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെർബൽ ഉണ്ട്. നമ്മൾ വാക്കുകൾ കൊണ്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ വെർബലും, വാക്കുകൾ അല്ലാതെ നടത്തുന്നത് നോൺ വെർബലും ആണ്. പിന്നെ ഓറൽ, റിട്ടണും നോൺ വെർബലും ഒക്കെ ഞാൻ എൻ്റെ പിന്നെ ഒറ്റ വീഡിയോ കണ്ടാൽ മതി, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിൽ ഫസ്റ്റ് മോഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കും. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ, അതായത് നമ്മൾ വാക്കുകൾ കൊണ്ടല്ലാതെ മുഖം കൊണ്ടും ചിരി കൊണ്ടും ആക്ഷൻ കൊണ്ടൊക്കെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ആണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരാൾ നിന്ന് പ്രസംഗിക്കുകയാണ്. ഓക്കെ,
പ്രസംഗിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഹു ഈസ് സെയിങ്, വാട്ട് ഈസ് സെഡ്, ടു ഹൂം ഇറ്റ് ഈസ് സെഡ്, വാട്ട് മീഡിയം ഈസ് യൂസ്ഡ്, വാട്ട് ആർ ദി ഇഫക്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പബ്ലിക് സ്പീക്കിംഗ് എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പാണ്. എന്താണ്? ഹാവ് നോളജ് ഓഫ് ദി ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. പ്രാക്ടീസ് യുവർ ടോക്ക്. നിങ്ങളുടെ എന്താണ് സംസാരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യണം. ഓഡിയൻസിനെ അറിയണം. സ്റ്റേജ് എന്താ അറിയണം. റിലാക്സ് ചെയ്യണം. പിന്നെ അപ്പോളജൈസ്. എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒരാളാവരുത്. പിന്നെ നിങ്ങൾ എപ്പോഴും മെസ്സേജിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. മീഡിയത്തിനെ വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യുക. റിഫ്ലക്ട് കോൺഫിഡൻസ്. നിങ്ങൾ ബാക്കി ആളുകൾ എന്താണോ അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് ഒരു കോൺഫിഡൻസ് വളർത്തുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സംസാരം എന്നുള്ളത്. പിന്നെ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പോയിന്റ് വൈസ് എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ടൈമിന് എത്തണം. പിന്നെ ആ ഒരു പേഴ്സണെ കുറിച്ചോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം. റെസ്യൂം കൊണ്ടുവരണം. നല്ല ക്ലീൻ ഡ്രസ്സ് ഇടണം. അനാവശ്യമായിട്ട് തമാശകൾ പറയരുത്. ആരെയും പിന്നെ എന്താണ് ഇകഴ്ത്തി സംസാരിക്കുന്നത് പാടില്ല. പിന്നെ നല്ലൊരു ഐ കോണ്ടാക്ട് വേണം. അച്ചീവ്മെന്റ്സിനെ കുറിച്ച് സംസാരിക്കണം. അത് കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. GD അല്ലെ. എന്തിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളതാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ഗ്രൂപ്പ് ഡിസ്കഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ അളക്കുക എന്നുള്ളതാണ് അല്ലെ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലീഡർഷിപ്പ്, റീസണിങ് എബിലിറ്റി, ഇനീഷ്യേറ്റീവ്നെസ്, എന്തെങ്കിലുമൊക്കെ തുടക്കം കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പിന്നെ ഇത്, അതായത് മുന്നോട്ട് വരാൻ കഴിവുണ്ടോ എന്നൊക്കെ നോക്കും. ക്രിയേറ്റിവിറ്റി നോക്കും. ഫ്ലെക്സിബിലിറ്റി നോക്കും. അതോടൊപ്പം തന്നെ എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നോക്കുന്നത്. പിന്നെ പ്രീ റിക്വസിറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതും ജസ്റ്റ് വായിച്ചു നോക്കാം. പിന്നെ നന്നായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ എഫക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ്. അത് നമുക്കറിയാവുന്ന പോലെ ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. എന്താണ്, നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളത് ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ അർത്ഥമുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഫാക്റ്റ് അനുസരിച്ചായിരിക്കണം പറയേണ്ടത്. രണ്ടാമത് നോക്കൂ, മീനിങ് ഫുൾ ആയിരിക്കണം. അതായത് കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു നോളജ് ബേസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമാവുന്ന സമയത്ത് ഒരു എന്താണ് നമുക്കറിയാലോ, ഏബിൾ ടു ഡിസ്കസ് ആൻഡ് അറൈവ് കോൺസെൻസ്. അതായത് നമ്മളൊരു ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ ഡിസ്കഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ വേറെ ചോദ്യം ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ നടത്താം എന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ കരിയർ പ്ലാനിങ് ആണ്. കരിയർ പ്ലാനിങ്ങിന്റെ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത് കരിയർ പ്ലാനിങ് എന്തിനാണ്, അതോടൊപ്പം തന്നെ കരിയർ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കരിയർ പ്ലാനിങ്ങിൽ എത്ര സ്റ്റെപ്സ്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, സെൽഫ് അസസ്മെന്റ്, നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ ഒന്ന് വിലയിരുത്തുന്നു, കരിയർ എക്സ്പ്ലോറേഷൻ, ഏതൊക്കെ കരിയർ പിന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു, ടാർഗറ്റിംഗ്, അതിന് ലക്ഷ്യം വെക്കുന്നു, അതിനുവേണ്ടി പണിയെടുക്കുന്നു, കരിയർ പ്രിപ്പറേഷൻ, മാർക്കറ്റിംഗ് യുവർ സെൽഫ്, നമ്മൾ റെസ്യൂം അതോടൊപ്പം തന്നെ CV ഒക്കെ ഉണ്ടാക്കുന്നു, കരിയർ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, അതിലോട്ട് നമ്മൾ ആ ഒരു ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതാണ് ഇതിൽ ഫുൾ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. അതിന് വേണ്ടിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, കരിയർ ഗൈഡൻസ് സെന്റേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് കരിയർ ഗൈഡൻസ് സെന്റേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കരിയർ ഗൈഡൻസ് സെന്റേഴ്സ് വഴി നമുക്ക് കിട്ടുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്, കരിയർ പിന്നെ ഇൻഫോർമേഷൻസ് ഉണ്ട്. ജോബ് ഫെയർ ഉണ്ട് അല്ലേ, തൊഴിൽ മേളകളെയൊക്കെ വഴി എന്ത് ചെയ്യും, നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കിട്ടും. കരിയർ മാഗസീൻ ഉണ്ട് അല്ലേ, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള മാഗസീൻ ഉണ്ട്. പിന്നെ ഇന്റർനെറ്റിൽ ഒരുപാടുണ്ട് അല്ലേ, ഇപ്പോൾ എന്താ Naukri.com, മോൺസ്റ്റർ ഒക്കെ എന്താണ് ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ആളുകൾക്ക് എത്തിക്കുന്നതാണ്. ഇനി ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, റെസ്യൂം അല്ലെങ്കിൽ ഒരു കരിക്കുലം വിറ്റ് ബയോഡാറ്റ കൃത്യമായിരിക്കണം. റെസ്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ സ്കില്ലും അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്ന ഡാറ്റയാണ് എന്ത്, ഈ ഒരു റെസ്യൂം എന്ന് പറയുന്നത്. റെസ്യൂമിൽ എന്തുണ്ടാവും, നമ്മളെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ റെസ്യൂം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകളും നമ്മളെ ഇന്റർവ്യൂക്കൊക്കെ വിളിക്കാം.
പിന്നെ മോസ്റ്റ് സക്സസ്ഫുൾ റെസ്യൂംസ് ആർ ദ ഫ്യൂ തിങ്സ് ഇൻ കോമൺ ഇൻ ടേംസ് ഓഫ് ദർ ലൗട്ട്. ദേ ആർ കോൺടാക്ട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും റെസ്യൂമിൽ, ജോബ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, വർക്ക് ഹിസ്റ്ററി ഉണ്ടായിരിക്കും, റെഫറൻസ്. റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ ഈ കമ്പനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരാളുടെ ഒരു അഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അതാണ് റെസ്യൂം. പിന്നെ റെസ്യൂമിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു സമ്മറി ഉണ്ടായിരിക്കും, മേജർ അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും, വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചുണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ, IT സ്കിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, ഹോബീസ്, റെഫറൻസ്. ഓക്കെ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ CV-യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത്. സോറി, CV-യിൽ വരുന്ന കേട്ടത്. ഒരു കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലോങ് ആണ്. ഇറ്റ്സ് എ ലോങ്ങർ, മോർ ഡീറ്റെയിൽഡ്. റെസ്യൂം എന്ന് പറഞ്ഞാൽ അത്ര ലോങ്ങർ അല്ല, അതിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക, അതായത് നമ്മുടെ പിന്നെ മെയിൻ ഡീറ്റെയിൽസ് മാത്രം. പക്ഷേ CV കരിക്കുലം വിറ്റേ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഡിസ്ക്രിപ്ഷൻ മോഡലായിരിക്കും, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ പറയുന്നത്. സമ്മറി, മേജർ അച്ചീവ്മെൻറ്റ്സ്, വർക്ക് എക്സ്പീരിയൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് റെസ്യൂമിൻ്റെയും CV-ൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. പിന്നെ ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും തൊഴിൽ തേടിയിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മുടെ പിന്നാലെ ആളുകൾ നടക്കുന്ന രീതിയല്ല വേണ്ടത് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. എപ്പോഴും നമ്മളൊരു പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യമാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ലാസ്റ്റ് സെൽഫ് മാനേജ്മെന്റ് ആണ്. നമ്മളെ തന്നെ എങ്ങനെ മാനേജ് ചെയ്യും, സെൽഫ് എസ്റ്റീം, നമ്മളൊരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ട് വേണ്ട കോമ്പോണൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. കോൺഫിഡൻസ്, കുറച്ച് പിന്നെ പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു സ്വയം ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റിന് ആവശ്യമായിട്ടുള്ളത്. കോൺഫിഡൻസ് വേണം, സെൽഫ് ഡയറക്ഷൻ, അതായത് എങ്ങോട്ട് നമ്മൾ പോകണം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നിലപാട് എന്നുള്ളത് വ്യക്തമാണ്. നോൺ ബ്ലെയിമിങ് ബിഹേവിയർ, ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ബിഹേവിയർ ഉണ്ടാവരുത്. ആൻഡ് അവയർനെസ് ഓഫ് പേഴ്സൺ സ്ട്രെങ്ത്, നമ്മുടെ കഴിവുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ദം, തെറ്റുകൾ വരുത്താനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. പിന്നെ തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ, അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, ഓക്കെ, നല്ലൊരു ഭാവി അല്ലെങ്കിൽ നാളെ എനിക്ക് നല്ലത് വരുമെന്നുള്ളൊരു വിശ്വാസം അതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കണം. ആൻഡ് എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ്, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കോപ്പറേറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻ, ആൻഡ് എബിലിറ്റി ടു ട്രസ്റ്റ് അതേഴ്സ്, ബാക്കിയുള്ളവരുടെ വിശ്വാസത്തിലെടുക്കണം. ഗുഡ് സെൻസ് ഓഫ് പേഴ്സണൽ ലിമിറ്റേഷൻ, എന്ത് ചെയ്യണം, എൻ്റെ പരിമിതികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. ഗുഡ് സെൽഫ് കെയർ, നമ്മുടെ ദേഹത്തെ അല്ലെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പരിഗണിക്കണം. ദ എബിലിറ്റി ടു സേ നോ, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു കഴിവ്, നോ എന്ന് പറയുന്ന ഒരു കഴിവൊക്കെ ഉണ്ടായിരിക്കണം. ഇനി അതിൻ്റെ ഒരു പിന്നെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇമോഷണൽ കോഷ്യന്റും സോഷ്യൽ കോഷ്യന്റും അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കട്ടോ. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രെസ് ഉള്ള സമയത്ത് ഒരാൾക്ക് അവരെ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്നെ ചിന്തകളെയും ആക്ഷനെയും, അവരുടെ ചില ആളുകളുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ തോന്നിയത് കാട്ടിക്കൂട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയല്ല, ഒരാൾക്ക് ഒരു പിന്നെ ഇമോഷണൽ കൺട്രോളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇമോഷണൽ കോഷ്യന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു സോഷ്യൽ കോഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര പിന്നെ ബാക്കിയുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ പിന്നെ സോഷ്യലി എത്രത്തോളം അവർക്ക് പിന്നെ റിലേഷൻഷിപ്പും എൻവിറോൺമെന്റ്സിലൊക്കെ അവർക്ക് പിന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവുമായിട്ട് അവർക്ക് എങ്ങനെ പിന്നെ സോഷ്യൽ ചേഞ്ച്, ഇപ്പോൾ ഒരാൾ വേറൊരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ എത്രത്തോളം അവർ അഡാപ്റ്റീവ് ആവുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ കോഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഇന്റലിജൻസ് ഇസ് ദ കപ്പാസിറ്റി ടു എഫക്റ്റീവ്ലി നെഗോഷിയേറ്റ് കോംപ്ലക്സ് social relationship and environment. Okay, social intelligence is an aggregated measure of self and social awareness, evolved social beliefs and attitude, and a capacity and appetite to manage social കോംപ്ലക്സ് സോഷ്യൽ ചേഞ്ച്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഓരോ സാഹചര്യങ്ങളും കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിനെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സോഷ്യൽ കോഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ഓരോ സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ
ഒത്തുപോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഒത്തുപോകേണ്ടത്, അത് ചിലപ്പോൾ ആളുകൾക്ക് ഭയങ്കര ടെൻഷൻ അല്ലെ, ഇറിറ്റബിലിറ്റി, ഇൻസെക്യൂരിറ്റി, നെർവസ്നെസ്, സോഷ്യൽ വിഡ്രോവൽ, ലോസ് ഓഫ് ആപ്പറ്റൈറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അറ്റാക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടായിരിക്കും, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായിരിക്കും, മൈഗ്രെയിൻ ഉണ്ടായിരിക്കും, ഗാസ്ട്രോ ഇൻഡസ്ട്രീനൽ ഡിഫിക്കൽട്ടീസ്, അങ്ങനെ പല കാര്യങ്ങളും അല്ലെ. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ മെൻസ്ട്രൽ സിംറ്റംസ്, അങ്ങനത്തെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഉള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഡീല് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ അഫിലിയേഷൻ ആണ്. അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്കിന് എന്ത് ചെയ്യുക, നമ്മൾ അതിനൊരു സപ്പോർട്ടിനായിട്ട് വിളിക്കുക. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി അല്ലെങ്കിൽ റിലേറ്റ്, അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഇതിലെ ഒരു സോൾവിങ്ങിനായിട്ട് സമീപിക്കുക എന്നുള്ളതാണ് അഫിലിയേഷൻ. സെക്കൻഡ് വൺ ഹ്യൂമറാണ്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടിയും ആ ഒരു സ്ട്രെസ്ഫുൾ സർക്കംസ്റ്റാൻസസിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി കുറച്ചുകൂടി എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു കോമിക്കായിട്ടോ അല്ലെങ്കിൽ തമാശ രൂപേണയൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക. അത്തരത്തിലുള്ള ഒരു ഹ്യൂമർ സെൻസ് അല്ലെങ്കിൽ ഹ്യൂമർ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേറൊരു. പിന്നെ ചില ആളുകൾ സിനിമ കാണും, തമാശയുള്ള സിനിമകൾ കാണും, അല്ലെങ്കിൽ തമാശയുള്ള സാഹചര്യങ്ങളിൽ പോയിരിക്കും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് വേറൊരു മെത്തേഡ്. നെക്സ്റ്റ് വൺ സപ്ലിമേഷൻ ആണ്. സപ്ലിമേഷൻ എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസിക്വൻസസോ അല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലാത്ത രീതിയിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാം. വേറൊന്ന് പോസിറ്റീവ് റീ അപ്രൈസൽ ആണ്. അതായത് കാര്യങ്ങളൊക്കെ ഓപ്റ്റിമിസ് ആയിട്ട് അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ചിന്തിക്കുന്നു. അതായത് പോസിറ്റീവാണ് എനിക്ക് വരുള്ളൂ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതാണ് പോസിറ്റീവ് റീ അപ്രൈസൽ എന്നുള്ളത്. ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ബാക്കിയുള്ള സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെസ് വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് മാറി നിൽക്കുക. അതാണ് വെൻ എൻ ഇൻഡിവിജ്വൽ റീഡയറക്ട്സ് ദെയർ ഇമോഷണൽ ഫീലിംഗ്സ് അബൌട്ട് വൺ സിറ്റുവേഷൻ ടു അനദർ. അതായത് അവരുടെ ചിന്തയെ മൊത്തത്തിൽ മാറ്റുന്നു, അവർ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷനുമായിട്ട് മാറി നിൽക്കുന്നു. നെക്സ്റ്റ് വൺ റിപ്രഷൻ ആണ്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഈ സ്ട്രെസ് വരാൻ സാധ്യതയുള്ള എല്ലാ ചിന്തകളും മാറ്റി വെച്ച് വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുക. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കണക്റ്റഡ് ഫ്രം ദി എൻറ്റയർ സിറ്റുവേഷൻ. ആ ഒരു സ്ട്രെസ് വരാൻ സാധ്യതയുള്ള ചിന്തകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക എന്നുള്ളതാണ്. റിയാക്ഷൻ ഫോർമേഷൻ ആണ്. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ ഇൻഡിവിജ്വൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ദെയർ ഫീലിംഗ് ഓർ തോട്ട്സ് ഓർ ബിഹേവിയർ വിത്ത് ദ എക്സാക്ട് ഓപ്പോസിറ്റ്. അവർ എന്താണോ ഇപ്പോൾ അവരുടെ യഥാർത്ഥമായിട്ടുള്ള ചിന്ത, അതിൽ നിന്ന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ചിന്തിക്കുന്നു. ഇപ്പൊ സ്ട്രെസ് ഉള്ള ഒരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ, ആ കാരണത്തിൽ നിന്ന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ചിന്തിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ചിന്തിക്കും. പിന്നെ ആക്ടിങ് ഔട്ട് ആണ്. ആക്ടിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പിന്നെ നമ്മൾ പുറത്ത് സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലയിൽ നിൽക്കുന്നതിനാണ് കേട്ടോ. റിഫ്ലക്റ്റിംഗ് ഓർ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു നമ്മളത് എങ്ങനെയാണത് പിന്നെ പരിഹരിക്കാം എന്ന് കണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ പുറത്ത് അതിൻ്റെ വികാരങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു നല്ല സാഹചര്യം വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. നെക്സ്റ്റ് വൺ പാസീവ് അഗ്രഷൻ ആണ്. പാസീവ് അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when an individual indirectly deals with his or her anxiety and negative thoughts originating from their stress by acting in a hostile or resentful മാനർ ടുവാർഡ്സ് അതർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പാസീവ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ല രീതിയിൽ ഇപ്പോൾ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ചിരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു പെരുമാറ്റമൊക്കെ പുറത്തെടുക്കുക. അതൊക്കെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ആണ്. കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യണം, കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. കോൺഫ്ലിക്റ്റ് നല്ലതാണ്, കാരണം കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഇൻക്രീസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനും ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, കോൺഫ്ലിക്റ്റും അത് സൊല്യൂഷൻ അതിൻ്റെ റെസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇൻക്രീസ്ഡ് ഗ്രൂപ്പ് കൊഹഷൻ, എന്താണ്, എല്ലാ ടീം മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു ബന്ധം അല്ലേ, അത് വർദ്ധിക്കും. ഇംപ്രൂവ്ഡ് സെൽഫ് നോളേജ്, നമ്മളെക്കുറിച്ചുള്ള ഒരു സെൽഫ് നോളേജ് വർദ്ധിക്കും എന്നുള്ളതാണ്.
അപ്പൊ അത് തന്നെയാണ് എപ്പോഴും പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇനി ആ ഒരു എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സംഘർഷം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മുക്തമാവാൻ അല്ലെങ്കിൽ അത് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം, ക്ലാരിഫൈ പെർസെപ്ഷൻ, അനുമാനങ്ങൾ എന്ത് ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം, ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ആൻഡ് ഷെയർഡ് നീഡ്സ്, എല്ലാവരുടെയും ആവശ്യം അല്ലെങ്കിൽ എല്ലാവരുടെയും ആവശ്യം എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഷെയർഡ് പോസിറ്റീവ് പവർ, പോസിറ്റീവ് ആയിട്ടുള്ള, നെഗറ്റീവ് ആയിട്ടുള്ള പവർ അല്ല, പോസിറ്റീവ് ആയിട്ട് പവർ ഷെയർ ചെയ്യാം. ലുക്ക് ദ ഫ്യൂച്ചർ, ലേൺ ഫ്രം ദി പാസ്റ്റ്, ഭാവിയിലോട്ട് നോക്കുക, ഭൂതകാലത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ജനറേറ്റ് ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് എന്ത് ചെയ്യാം, ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഡെവലപ്പ് ഡുവബിൾസ്, ഡുവബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അത് പറയാം. ഓക്കെ, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പോയിന്റ് വൈസ് ആയിട്ട് മനസ്സിലാക്കുക. മേക്ക് മ്യൂച്വൽ ബെനിഫിറ്റ് അഗ്രിമെന്റ്, അല്ലെ, സംഘർഷം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് ടീമായിരിക്കും, സ്വാഭാവികമായിട്ടും രണ്ടുപേർക്കും ഗുണകരമാവുന്ന അഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ, ഡെവലപ്പിംഗ് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് അസർട്ടീവ്നെസ് ആണ്. പോസിറ്റീവ് തിങ്കിങ് എന്താണെന്നുള്ള അറിയാം. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ നിശ്ചയദാർഢ്യം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, അല്ലെങ്കിൽ പിന്നെ നമ്മുടേതാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിനെയൊക്കെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയാം. ഇനി പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവുക വഴി അതിന്റെ ബെനിഫിറ്റ് ആണ്, സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ആയുസ് കൂടും, ഡിപ്രഷൻ കുറവായിരിക്കും, സ്ട്രെസ് കുറവായിരിക്കും, കോമൺ കോൾഡ് വരാൻ സാധ്യത കുറവാണ്, സൈക്കോളജിക്കൽ ഫിസിക്കൽ വെൽബീയിങ് ഉണ്ടായിരിക്കും, ഹാർട്ട് ഡിസീസസ് കുറവായിരിക്കും. അതോടൊപ്പം തന്നെ പിന്നെ എപ്പോഴും എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യവുമായിട്ട് ഒത്തുപോകുന്നില്ല, അവർ നല്ല സ്കിൽഡ് ആയിരിക്കും, അവർ നന്നായിട്ട് മെച്ചപ്പെട്ട ആളുകളായിരിക്കും. ഇനി അസർട്ടീവ്നെസ് ആണ്. എന്തിനൊക്കെയാണ് അസർട്ടീവ്നെസ്, നമ്മുടെ നിശ്ചയദാർഢ്യം എന്തിനാണ് വേണ്ടതെന്നുള്ളതാണ്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വാല്യൂ യുവർ സെൽഫ് ആൻഡ് യുവർ റൈറ്റ്സ്, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിമാനം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ. ഐഡന്റിഫൈ യുവർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആൻഡ് ആസ്ക് ഫോർ ദം ടു ബി സാറ്റിസ്ഫൈഡ്. എന്താണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരിൽ നിന്ന് ചോദിച്ച് കിട്ടാനുമുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ഒരു ടെൻഡൻസി, അതൊക്കെ അതാണ് നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായി, അസർട്ടീവ്നെസിന്റെ ഭാഗമായിട്ട് വേറൊരു പിന്നെ അതിന്റെ ലഭിക്കാനുള്ള, ആ നിശ്ചയദാർഢ്യം ലഭിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പിൽ വരുന്നത്. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടു പെർഫോം ടു യുവർ ഫുൾ പൊട്ടൻഷ്യൽ യുവർ നീഡ്സ് മസ്റ്റ് ബി മെറ്റ്. ഫൈൻഡ് വേസ് ടു ഗെറ്റ് യുവർ നീഡ്സ് മെറ്റ് വിത്തൗട്ട് സാക്രിഫൈങ് അതേഴ്സ് നീഡ്സ് ഇൻ പ്രോഗ്രസ്. അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, അക്നോളജ് ദാറ്റ് പീപ്പിൾ ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ബിഹേവിയർ. ഓരോ ആളുകളും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പിന്നെ ചെയ്തികൾക്കനുസരിച്ച് പിന്നെ റെസ്പോൺസിബിൾ ആണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കണം. അതോടൊപ്പം തന്നെ എക്സ്പ്രസ് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻ എ ഹെൽത്തി ആൻഡ് പോസിറ്റീവ്. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം, അത് കുറച്ചൊരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറയണം. റിസീവ് ക്രിറ്റിസിസം ആൻഡ് കോംപ്ലിമെന്റ്സ് പോസിറ്റീവ്ലി. വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങളും ഒരേ രീതിയിൽ സ്വീകരിക്കാം. അതോടൊപ്പം ലേൺ ടു സേ നോ, വേണ്ടാത്തതിനോട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിശ്ചയദാർഢ്യം, നമ്മുടെ ഒരു ഉറച്ച മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലപാടിന് അത്യാവശ്യമായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിന്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ എടുത്തൊരു പേപ്പറാണ്. ഞാൻ ഈ ഒരു പേപ്പർ ഇതുവരെ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്കായിട്ട് പഠിച്ചെടുത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വായിച്ചെടുത്ത ഒരു പേപ്പറാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ടും ലേൺ ഫ്രം മിസ്റ്റേക്സ് എന്നാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. അതായത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. പിന്നെ ക്ലാസ്സുകൾ മോശമായെങ്കിൽ അത് പറയാം, നന്നായെങ്കിൽ അത് പറയാം. അതൊക്കെ ആ ഒരു സെൻസിൽ തന്നെയാണ് നമ്മൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്ന ബാക്കിയുള്ള ക്ലാസ്സുകളും ഒക്കെ എടുക്കാൻ നമ്മൾ ശ്രമിക്കും. ഞാനൊരു കോളേജിലെ അധ്യാപകനാണ്, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സമയത്താണ് നമ്മളിതൊക്കെ വായിച്ചിട്ട് പിന്നെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു വിഷയവുമായിട്ട് അല്ലെങ്കിൽ ഇനി ഒരുപാട് വിഷയങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനിത് കംപ്ലീറ്റ് വായിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു.